പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഫിലിം സ്റ്റഡീസ്, അതായത് 6th സെമ്മിൻ്റെ ഫിലിം സ്റ്റഡീസാണ് നോക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റിയലിസം, അതായത് ഫിലിം തിയറീസാണ്. അതിലാണ് റിയലിസം. ഇപ്പോൾ എന്താണ് റിയലിസം എന്നാൽ, റിയലിസം ഇൻ എ സിനിമ ഈസ് എ ഡിസിസീവ് ഷിഫ്റ്റ് ഇൻ അപ്രോച്ച് ടു ദ മീഡിയം ദാറ്റ് ഹാപ്പൻ ഇൻ ദ പോസ്റ്റ് വേൾഡ് വാർ യൂറോപ്പ്, എസ്പെഷ്യലി ഇൻ ഫ്രാൻസ്. പ്രത്യേകിച്ച് യുദ്ധാനന്തരം, അതായത് ലോകമഹായുദ്ധാനന്തരം യൂറോപ്പിൽ വന്നിട്ടുള്ള സിനിമ എന്ന മാധ്യമത്തിലെ ചില മാറ്റങ്ങളാണ്. ഈ മാറ്റം ഏറ്റവും പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് ഫ്രാൻസിലാണ്. അതിൽ ആൻഡ്രേ ബെയ്സിൻ, ദ വെരി ഇൻഫ്ലുവൻഷ്യൽ ഫിലിം ക്രിറ്റിക്, ഹു വാസ് ഓൾസോ ദ ഫൗണ്ടർ ഓഫ് ദ ജേർണൽ കാഷിയേഴ്സ് ഡി സിനിമ. അപ്പം ആൻഡ്രേ ബെയ്സിൻ, അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു സിനിമ നിരൂപകനാണ് അദ്ദേഹം. വാസ് ഓൾസോ ദ ഫൗണ്ടർ ഓഫ് ദ ജേർണൽ കാഷിയേഴ്സ് ഡി സിനിമ. അപ്പോൾ കാഷിയേഴ്സ് ഡി സിനിമ എന്നുള്ള ആ ഒരു ജേർണലിൻ്റെ സ്ഥാപകനും കൂടിയാണ് അദ്ദേഹം. എ ലീഡിംഗ് സോഴ്സ് ഓഫ് റൈറ്റിംഗ് ഓൺ ഫിലിം, ഈസ് ഓഫൺ റെക്കഗ്നൈസ്ഡ് ആസ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് ഫിഗർ ബിഹൈൻഡ് ദ ഈസ്തറ്റിക്സ് ഓഫ് റിയലിസം ദാറ്റ് കെയിം ടു ഡോമിനൻറ്റ് സിനിമ ആഫ്റ്റർ ദ വേൾഡ് വാർസ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് എഴുതാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മാഗസിനാണ് ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ ഈ ജേർണൽ. ഈസ് ഓഫൺ റെക്കഗ്നൈസ്ഡ് ആസ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് ഫിഗർ ബിഹൈൻഡ് ദ ഈസ്തറ്റിക്സ് ഓഫ് റിയലിസം. അപ്പം റിയലിസം എന്നുള്ള ആ ഒരു സിദ്ധാന്തത്തിൻ്റെ പിന്നിൽ അണിനിരന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈ പറഞ്ഞിട്ടുള്ള ആൻഡ്രേ ബെയ്സിൻ. അപ്പം യുദ്ധാനന്തരം അദ്ദേഹം റിയലിസം സിനിമയിൽ വളരെയധികം ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബെയ്സിൻ ബിലീവ്ഡ് that film's defining feature was its ability to bond with the social world and to truthfully depict life in all its complexities. അപ്പം ഈ ബേസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ, സിനിമ എന്നാൽ അതിൻ്റെ എബിലിറ്റി ടു ബോണ്ട് വിത്ത് ദ സോഷ്യൽ വേൾഡ് ആൻഡ് ദ ട്രൂത്ത്ഫുള്ളി ഡെപ്പിക്ട് ലൈഫ് ഇൻ ഓൾ ഇറ്റ്സ് കോംപ്ലക്സിറ്റീസ്. അതായത് സിനിമയുടെ ഒരു സവിശേഷത അവിടെ സാമൂഹ്യ ലോകവുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കാനുള്ള ഒരു കണ്ണി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഴിവാണ് സിനിമയും നമ്മളുടെ പുറത്തെ സമൂഹവും തമ്മിലുള്ള. അപ്പോൾ പുറത്തെ സമൂഹം, അതായത് സാമൂഹികമായി ഉണ്ടാവുന്ന കാര്യങ്ങൾ, സൊസൈറ്റിയിലെ കാര്യങ്ങൾ, അത് യാഥാർത്ഥ്യമായിട്ട് ചിത്രീകരിക്കുക, അതിൻ്റെ എല്ലാ സങ്കീർണതകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്. സമൂഹത്തിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണാം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണാം. അതിൻ്റെ ഒരു കണ്ണാടി അല്ലെങ്കിൽ ഒരു പ്രതിഫലനം ആയിരിക്കണം സിനിമ എന്നുള്ള രീതിയിലാണ് ഇവരെ സിനിമയെ കാണുന്നത്. അൺലൈക്ക് ദ ഫോർമലിസ്റ്റ്, ദ മൊണ്ടാഷ് തിയറിസ്റ്റ്, ബെയ്സിൻ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഫോർമൽ ആൻഡ് ടെക്നിക്കൽ മാനിപ്പുലേഷൻസ് ഓഫ് ഫിലിം സ്ട്രക്ചർ. അപ്പോൾ നമ്മളിപ്പോൾ ഫോർമലിസ്റ്റ് തിയറീസ് വളരെയധികം അവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ, മൊണ്ടാഷ് തിയറീസിൻ്റെയൊക്കെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഈ സിനിമയുടെ ഫോർമൽ, ടെക്നിക്കൽ, അതുപോലെ അതിൻ്റെ സാങ്കേതിക വിദ്യയിലൊക്കെയാണ് അതുപോലെ സിനിമേൻ്റെ ഘടനയിലൊക്കെയാണ് അവർ പ്രാധാന്യം കൊടുത്തതെങ്കിൽ, അതിനൊന്നുമായിരുന്നില്ല നമ്മളുടെ ബേസിന് പ്രാധാന്യം കൊടുത്തിരുന്നത്. പ്രധാനമായിട്ടും ഇത് റിയലിസ്റ്റിക്കായിട്ട്, യാഥാർത്ഥ്യമായിട്ടൊരു സമൂഹത്തിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് ആ ഒരു പ്രശ്നത്തെ വളരെ യഥാർത്ഥ രീതിയിൽ അവതരിപ്പിക്കലായിരുന്നു ബേസിൻ്റെ സിനിമകൾ. ആസ് ഹി സജസ്റ്റ് ഇൻ ഹിസ് എസ്സേ ദ ഓൺടോളജി ഓഫ് ഫോട്ടോഗ്രാഫിക് ഇമേജ്, അദ്ദേഹത്തിൻ്റെ ഒരു എസ്സേ ഉണ്ട്. ആ എസ്സേയുടെ പേരാണ് ദ ഓൺടോളജി ഓഫ് ഫോട്ടോഗ്രാഫിക് ഇമേജ്. ബേസിൻ ഹെൽഡ് ദാറ്റ് ദ പർപ്പസ് ഓഫ് ആർട്ട് ഈസ് ടു പ്രിസർവ് ലൈഫ് ലൈക്ക് എ ഫോട്ടോഗ്രാഫ് ക്യാപ്ചേഴ്സ് എ മൊമെൻറ്റ്. അതിൽ അദ്ദേഹം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പർപ്പസ് ഓഫ് ആർട്ട് ഈസ് ടു പ്രിസർവ് ലൈഫ്. കലയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാൽ ജീവിതം സംരക്ഷിക്കുക എന്നുള്ളതാണ്, പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ്. എന്തുപോലെ? ലൈക്ക് എ ഫോട്ടോഗ്രാഫ് ക്യാപ്ചേഴ്സ് എ മൊമെൻറ്റ്. നമ്മളുടെ ഒരു ഫോട്ടോ ഒരു നിമിഷത്തെ ക്യാപ്ചർ ചെയ്യുന്ന പോലെ. അപ്പം സിനിമ ഒരു കാലഘട്ടത്തെ ഇല്ലാണ്ടാക്കുന്നില്ല. ഇപ്പോൾ 1982 എന്ന് പറയുമ്പോൾ നമ്മൾ റിയലിയായി നഷ്ടമായി നമുക്ക്. അത് 82 നമുക്കൊന്നും ആ ഒരു കാലഘട്ടം നമുക്കറിയില്ല. പക്ഷേ അതൊരു വീഡിയോ എടുക്കുമ്പോഴോ സിനിമ എടുക്കുമ്പോഴോ ആ 82 കാലഘട്ടം അവിടെ
അത് പിന്നെ ഒരു ഫോട്ടോ എടുക്കുന്ന പോലെ. അപ്പം പഴയ ഫോട്ടോകൾ നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിലനിൽക്കുന്നുണ്ട് അല്ലേ? ആ ഫോട്ടോ അന്ന് എടുത്തതാണ് എന്ന് നമുക്കിപ്പോഴും ഓർമ്മിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ കാലത്തെ അടയാളപ്പെടുത്താൻ സിനിമയ്ക്ക് കഴിവുണ്ട്. അതാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഫോട്ടോഗ്രാഫ് ഒരു നിമിഷത്തെ ക്യാപ്ചർ ചെയ്യുന്നത് പോലെ എന്ന് പറയുന്നു. ദിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഫോട്ടോഗ്രാഫിക് ഇമേജ് ഈസ് നോട്ട് ജസ്റ്റ് റീപ്രൊഡക്ഷൻ ബട്ട് ദ ഒബ്ജക്റ്റ് ഇറ്റ് സെൽഫ് ഈസ് കൺസിഡേർഡ് ആസ് ദ ലിങ്ക് ഓഫ് ബേസിൻസ് കമ്മിറ്റ്മെൻറ്റ് ടു റിയലിസം. അപ്പം ഇദ്ദേഹം പറയുന്നത് ദിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഫോട്ടോഗ്രാഫിക് ഇമേജ് ഈസ് ആസ് നോട്ട് ജസ്റ്റ് റീപ്രൊഡക്ഷൻ ഓഫ് ബട്ട് ദ ഒബ്ജക്റ്റ് ഇറ്റ് സെൽഫ്. അതിൻ്റെ ഒരു റീപ്രൊഡക്ഷൻ, അതായത് ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു റിയൽ ആയിട്ടുള്ളൊരു സാധനത്തിനെ റീപ്രൊഡ്യൂസ് ചെയ്യൽ മാത്രമല്ല, അതല്ലാതെ ഈസ് കൺസിഡേർഡ് ആസ് ദ ലിഞ്ച് പിൻ ഓഫ് ബേസിൻസ് കമ്മിറ്റ്മെൻറ്റ് ടു റിയലിസം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അതാണ് അതിൻ്റെ ലിഞ്ച് പിൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഫോട്ടോഗ്രാഫിക് ഇമേജ് ആസ് നോട്ട് ജസ്റ്റ് എ റീപ്രൊഡക്ഷൻ ബട്ട് ദ ഒബ്ജക്റ്റ് ഇറ്റ് സെൽഫ്. അത് വെറും പുനരുൽപ്പന്നമല്ല. ഓക്കെ, അത് പുനരുൽപ്പന്നം അല്ല എന്ന് പറയുമ്പം ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഫോട്ടോഗ്രാഫ് ഇമേജ് ഈസ് നോട്ട് ജസ്റ്റ് എ റീപ്രൊഡക്ഷൻ ബട്ട് ദ ഒബ്ജക്റ്റ് ഇറ്റ് സെൽഫ്. അത് വസ്തു തന്നെയാണ്. നമ്മളൊരു ഫോട്ടോ എടുത്താൽ അത് വസ്തു തന്നെയാണ്. ആ വസ്തുവിനെ എങ്ങനെ റിയലായിട്ട് ആ വസ്തുവിനെ തന്നെ കാണിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻ ബേസിൻസ് വ്യൂ, ഡയറക്ടേഴ്സ് ലൈക്ക് റെനോയർ, ഓർസൺ വെൽസ് ആൻഡ് റോബർട്ട് ബ്രസൻ ത്രൂ ദെയർ സിനിമ ഫോഴ്സ്ഡ് റിയാലിറ്റി ടു റിവീൽ ഇറ്റ്സ് സ്ട്രക്ചറൽ ഡെപ്ത്. അദ്ദേഹം കുറച്ച് പ്രധാനപ്പെട്ട സംവിധായകരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അതായത് ലൈക്ക് റെനോയർ, ഓർസൺ വെൽസ്, റോബർട്ട് ബ്രസൻ. അവരുടെ സിനിമയിൽ കൂടെ അവർ ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടത് ഫോഴ്സ്ഡ് റിയാലിറ്റി ടു റിവീൽ ഇറ്റ് സ്ട്രക്ചറൽ ഡെപ്ത്. റിയാലിറ്റിയെ, യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്താൻ, അതിൻ്റെ ഘടനാപരമായ ആഴത്തിൽ വെളിപ്പെടുത്താൻ അവർക്ക് സാധിച്ചു എന്ന് പറയുകയാണ്. Their technique likes a deep focus and long shots maintain the spatio-temporal relation rather than manipulating them. അപ്പോൾ അവരുപയോഗിച്ച ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് ഫോക്കസും ലോങ് ഷോട്ടുമൊക്കെയാണ്. അതിനവർ മാനിപ്പുലേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അതിലൊരു തട്ടിപ്പുകളൊന്നും കാണിക്കാതെ അവർ യഥാർത്ഥ റിയാലിസം എന്താണ് അത് കാണിച്ചു തന്നു എന്ന് പറയണം. അപ്പം റിയലിസം ഇൻ സിനിമ ഇൻ കോമൺ പാർലാൻസ് ഈസ് ഓൾസോ വാട്ട് ഈസ് റിഗാർഡഡ് as the cinema that has a slice of life in it. അപ്പം റിയലിസം, സിനിമയിലെ റിയലിസം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൻ്റെ ഒരു കഷ്ണമാണ് എന്ന് പറയുന്നത്. സ്ലൈസ് ഓഫ് ലൈഫ് ഇൻ ഇറ്റ്. അതിൽ ജീവിതം ഉണ്ടാവും, അല്ലാതെ നമ്മൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതെ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം ആയിരിക്കില്ല റിയലിസ്റ്റിക് ആയിട്ട് എടുക്കുന്ന ഒരു സംഭവം. Closely linked to the realism movements in arts and literature as well as philosophical realism, cinematic realism is discernible whenever a film presents objective truths in a non-sensational manner through coherent scenes. അതുപോലെ ക്ലോസ്ലി ലിങ്ക്ഡ് ടു ദ റിയലിസം മൂവ്മെൻറ്റ്സ് ഇൻ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ. അപ്പം സാഹിത്യത്തിലും അതുപോലെ കലയിലും റിയലിസം വളരെയധികം കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫിലോസോഫിക്കൽ റിയലിസം ഉണ്ട്, സിനിമാറ്റിക് റിയലിസം ഉണ്ട്. അപ്പോൾ വെനെവർ എ ഫിലിം പ്രസൻസ് ഒബ്ജക്റ്റീവ് ട്രൂത്ത്സ് ഇൻ നോൺ സെൻസേഷണൽ മാനർ ത്രൂ കോഹറൻറ്റ് സീൻസ്. അപ്പം ഒരു സിനിമ പ്രസൻറ്റ് ചെയ്യുമ്പം അത് റിയലായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അതൊരിക്കലും എന്തല്ല, നോൺ സെൻസേഷണൽ മാനറിലല്ല, ത്രൂ കോഹറൻറ്റ് സീൻസ്, അടുക്കി വെച്ച സീനുകളിലൂടെയാണ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന സീനുകളിലൂടെയാണ്. സച്ച് പ്രസൻറ്റേഷൻ ഓഫ് റിയാലിറ്റി കൺസിസ്റ്റ് ഓഫ് ബോത്ത് നറേറ്റീവ് ആൻഡ് വിഷ്വൽ റിയലിസം ആൻഡ് ആർ ടോട്ടലി ഡിസ്റ്റൻറ്റ് ഫ്രം എസ്കേപ്പിസ്റ്റ് ഫാൻറ്റസീസ് ഓഫ് കൊമേഴ്സ്യൽ സിനിമ. അപ്പോൾ അത്തരത്തിലുള്ള റിയലിസം, അത് വിഷ്വൽ റിയലിസം ആയിക്കോട്ടെ നറേറ്റീവ് റിയലിസം ആയിക്കോട്ടെ, ആർ ടോട്ടലി ഡിസ്റ്റൻറ്റ് ഫ്രം എസ്കേപ്പിസ്റ്റ് ഫാൻറ്റസീസ് ഓഫ് കൊമേഴ്സ്യൽ സിനിമ. അത് കൊമേഴ്സ്യൽ സിനിമയിലെ എസ്കേപ്പിസ്റ്റ് ഫാൻറ്റസി, രക്ഷപ്പെടല, ഒരു ഫാൻറ്റസി കാണിച്ചിട്ടുള്ള രക്ഷപ്പെടലല്ല. അതായത് സിനിമ, നമ്മൾ കൊമേഴ്സ്യൽ സിനിമ എടുക്കുമ്പോൾ നമുക്ക് അതിലിപ്പോൾ കുറച്ച് ഡാൻസേഴ്സ് വരുന്നു, ഒരു സ്ത്രീയും പുരുഷനും പ്രണയിക്കുന്ന ഒരു സീനുണ്ടെങ്കിൽ കുറേ ഡാൻസേഴ്സ് വരുന്നു, എന്നിട്ട് അവർ പാടുന്നതൊക്കെ നമുക്ക് കാണാം. പക്ഷെ അതൊന്നും ഒരു റിയൽ ലൈഫിൽ ഒരു സ്ത്രീയും പുരുഷനും പ്രണയിച്ച് കഴിഞ്ഞാൽ കാണില്ല. അപ്പോൾ അത്തരത്തിലുള്ള കുറേ ഫാൻറ്റസിയൊക്കെ കൊമേഴ്സ്യൽ ഫിലിമിൽ കാണും. അതൊന്നും ഇത് റിയലിസ്റ്റിക്സ് മൂവിയിൽ കാണില്ല എന്ന് പറയണം.
അതുപോലെ ജീൻ റണ്ണേഴ്സ് റൂൾസ് ഓഫ് ദ ഗെയിം, അതുപോലെ റോബർട്ടോ റോസ്ലിൻസ് റോം, ഓപ്പൺ സിറ്റി, സത്യജിത് റോയ്സ് അപ്പു ട്രിലജി ആൻഡ് ഫ്രാങ്കോയ്സ് ട്രഫോർഡ്സ് 400 ബ്ലൗസ് ആർ സം പൈനിയറിംഗ് വർക്ക്സ് ഓഫ് റിയലിസ്റ്റിക് സിനിമ. ഇപ്പോൾ ഈ പറഞ്ഞ സിനിമയൊക്കെ വളരെയധികം എന്താ പറയുക, റിയലിസ്റ്റിക് സിനിമയുടെ ഒരു ഗൈഡായിട്ട് വേണേൽ കണക്കാക്കാമെന്ന് പറയണം. ദാറ്റ് യൂസ്ഡ് ലൊക്കേഷൻ ഷൂട്ടിംഗ്, അമേച്വർ ആക്ടേഴ്സ്, ലോ ബഡ്ജറ്റ് പ്രൊഡക്ഷൻ ആൻഡ് സോഷ്യോ പൊളിറ്റിക്കൽ റിലവൻറ്റ് നരേറ്റീവ്സ് ടു ചേഞ്ച് ദ കോഴ്സ് ഓഫ് ഹൗ സിനിമ വാസ് പെർസീവ്ഡ്. അപ്പം ഈ സിനിമകളുടെയൊക്കെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ലോ ബഡ്ജറ്റാണ് പ്രൊഡക്ഷൻ, അതുപോലെ രാഷ്ട്രീയ സാമൂഹിക പ്രസക്തമായിട്ടുള്ള കഥകളായിരിക്കും അതിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സിനിമയുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റി എന്ന് പറയാണ്. വൈൽ ഫിലിംസ് ഓഫ് മാർട്ടിൻ സ്കോസ് ക്യാൻ ബി സീൻ ആസ് ഇൻസ്റ്റൻസ് ഓഫ് സൈക്കോളജിക്കൽ റിയലിസം. അതിൽ മാർട്ടിൻ സ്കോസിൻ്റെ സിനിമയുടെ സ്പെഷ്യാലിറ്റി അതിൽ സൈക്കോളജിക്കൽ റിയലിസം, മനഃശാസ്ത്രപരമായ റിയലിസം കൊണ്ടുവന്നതാണ് അദ്ദേഹം. ഫിലിംസ് ലൈക്ക് എ ബേർഡ് മാൻ, അത് ലെജാൻഡ്രോ ഇനറുട്ടു 2014 ഫിലിംസ് ലൈക്ക് ബേർഡ് മാൻ, ലെജാൻഡ്രോ ഇനറുട്ടു ആർ ഇൻസ്റ്റൻസ് ഓഫ് ഹൈപ്പർ റിയലിസം. അത് ഹൈപ്പർ റിയലിസത്തിൻ്റെ ഉദാഹരണമാണ്. അത് ന്യൂ മോഡ് ഓഫ് പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റി ദാറ്റ് ഈസ് എക്സെൻറ്റേറ്റഡ് വിത്ത് അഡ്വാൻറ്റേജ് ടെക്നോളജീസ്. അപ്പോൾ ഹൈപ്പർ റിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പുതിയ മോഡാണ്, റിയാലിറ്റിയെ കാണിച്ചു തരാനുള്ള ഒരു പുതിയൊരു തരമാണ് ഈ ഹൈപ്പർ റിയലിസം എന്ന് പറയുന്നത്. എക്സെൻറ്റേറ്റഡ് വിത്ത് ദ അഡ്വാൻസ്ഡ് ടെക്നോളജീസ്. അതിന് കുറച്ച് സാങ്കേതികവിദ്യ, നമ്മളുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡേൺ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞ ഹൈപ്പർ റിയലിസം കാണിക്കൽ. റിയലിസം ഓൾസോ പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ ഇൻഡിപെൻഡൻറ്റ് സിനിമ മൂവ്മെൻറ്റ്സ് അറൗണ്ട് ദ വേൾഡ്. അപ്പം ഇൻഡിപെൻഡൻറ്റ് സിനിമ മൂവ്മെൻറ്റിൽ, അതായത് സ്വതന്ത്ര സിനിമാ പ്രസ്ഥാനത്തിൽ റിയലിസം വളരെയധികം പങ്ക് ലോക സിനിമയ്ക്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയണം. അടുത്തത് ഔട്ട്വേർ തിയറിയാണ്. ഇൻ ദ 1940s, after the Holocaust, two main theories emerged that attempted to provide a holistic view of the new medium. അടുത്തത് ഔട്ടർ തിയറിയാണ്. In the 1940s, after the Holocaust, two main theories emerged that attempted to provide a holistic view to the new medium. 1940-കളിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം രണ്ട് പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ ആവിർഭവിച്ചു. അത് ഒരു ഹോളിസ്റ്റിക് വ്യൂ, ഈ സിനിമയിലെ ഒരു പുതിയ ഒരു ഹോളിസ്റ്റിക് വ്യൂ ഉണ്ടാവാൻ കാരണമായി എന്ന് പറയണം. ദീസ് വേർ ദ ഔട്ടർ തിയറി. 1950 ഈ ഔട്ടർ തിയറി ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ദ സ്ട്രക്ചറലിസം ഓർ ദ കോൺസെപ്റ്റ് ഓഫ് സിനിമ ആസ് ലാംഗ്വേജ് ദാറ്റ് എമേർജ്ഡ് ഇൻ ദ 1960. അതുപോലെ ഔട്ടർ തിയറിയും സ്ട്രക്ചറലിസവും അത് 1960 ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നത്. ഔട്ടർ തിയറി, ഔട്ടർ മീൻസ് ഓഥർ എന്നാണ്. തിയറി സീസ് ഫിലിം ആസ് എ മാറ്റർ ഓഫ് authorial science and isolates the filmmaker, director as a single aesthetic genius who shoulders the entire worth of the film. ഇത് പറയുന്നത് ഫിലിം ആസ് എ മാറ്റർ ഓഫ് ഒത്തോറിയൽ സയൻസ്, സിനിമ എന്നുള്ളതൊരു ഒത്തോറിയൽ സയൻസ് ഉള്ള സാധനമാണ്. ആൻഡ് ഐസൊലേറ്റ്സ് ദ ഫിലിം മേക്കർ, അവിടെ സിനിമാ നിർമ്മാതാവിനെ ഒരു ഒറ്റപ്പെടുത്തലും അതുപോലെ നിർമ്മാതാവിനെയോ അല്ലെങ്കിൽ ഡയറക്ടറെയോ ഒറ്റപ്പെട്ടതാവുന്നു. ആസ് ദ സിംഗിൾ ഈസ്തറ്റിക് ജീനിയസ് ഹൂ ഷോൾഡേഴ്സ് ദ എൻറ്റയർ വർത്ത് ഓഫ് ദ ഫിലിം. അതിലെ സിംഗിൾ ഈസ്തറ്റിക് ജീനിയസ്, അതൊരു പക്ഷേ ഫിലിം മേക്കറാവാം, ഡയറക്ടറാവാം, അദ്ദേഹത്തിൻ്റെ തലയിലാകുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചുമലിലാകുന്നു ആ സിനിമയുടെ എല്ലാ മൂല്യങ്ങളും. അതൊരു കൂട്ടായ പ്രവർത്തനം എന്ന് പറയുന്നതിനുപരി അതൊരു സിംഗിൾ പേഴ്സണിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. കറസ്പോണ്ടിങ് ടു ദ കോൺസെപ്റ്റ് ഓഫ് ഓതർഷിപ്പ് ഇൻ ലിറ്ററേച്ചർ ആൻഡ് അതർ ആർട്സ്, ഔട്ടർ തിയറി പുട്ട് ഫോർത്ത് എ പ്രൈമസി ഓഫ് ദ ഡയറക്ടേഴ്സ് ആസ് ദോ ഇറ്റ് ഇൻട്രൊഡ്യൂസ് ദ ഇറ ഓഫ് ഗ്രേറ്റ് ഡയറക്ടേഴ്സ്. കറസ്പോണ്ടിങ് ടു ദ കോൺസെപ്റ്റ് ഓഫ് ഓതർഷിപ്പ് ഇൻ ലിറ്ററേച്ചർ ആൻഡ് അതർ ആർട്സ്. അപ്പം ഈ ഓതർഷിപ്പ് എന്ന് പറയുന്ന സംഭവം സാഹിത്യത്തിലും മറ്റു കലകളിലുമൊക്കെ കാണാം. ഔട്ടർ തിയറി പുട്ട് ഫോർത്ത് ദ പ്രൈമസി ഓഫ് ദ ഡയറക്ടർ ആസ് ദോ ഇറ്റ് ഇൻട്രൊഡ്യൂസ് ദ ഐഡിയ ഓഫ് ഗ്രേറ്റ് ഡയറക്ടേഴ്സ്. അപ്പം അവിടെ അതിലേറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് സംവിധായകനാണ്. അതിലൂടെ ഇറ്റ് ഇൻട്രൊഡ്യൂസ് ദ ഐഡിയ ഓഫ് ഗ്രേറ്റ് ഡയറക്ടേഴ്സ്. അങ്ങനെയാണ് അവർ മഹത്തായിട്ടുള്ള സംവിധായകർ എന്നുള്ള ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഔട്ടർ തിയറി വാസ് കൺസിഡേർഡ് ആസ് fraught with the conservative individualistic aesthetic of the romantic period and was challenged by the structuralist era that followed. ഈ ഔട്ടർ തിയറിയെ പിന്നീട് ഘടനാവാദത്തിലെ ആളുകൾ വന്നിട്ട് അവർ അതിനെ വെല്ലുവിളിച്ച് അതിനെ
അതിനെതിരെയാണ് ശരിക്കും ഈ ഘടനാവാദത്തിലെ ആളുകൾ വന്നിട്ട് ഓർഡർ തിയറിയെ കണ്ടിട്ടുള്ളത് എന്ന് പറയണം. Structuralist concepts purported to reveal the hidden structures behind film making, like the modes of production, impacts of actors and stardom, the socio-historical context, and the technologies that are involved in the making of films and so on and so forth. അപ്പം സ്ട്രക്ചറലിസ്റ്റ് കോൺസെപ്റ്റ് പർപ്പോർട്ടഡ് ടു റിവീൽ ദ ഹിഡൻ സ്ട്രക്ചർ ബിഹൈൻഡ് ഫിലിം. അപ്പോൾ സ്ട്രക്ചറലിസ്റ്റുകാർ അല്ലെങ്കിൽ ഘടനാവാദികൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് സിനിമയുടെ പിന്നിലുള്ള ഘടനയിലാണ്, അതിനെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ, നിർമ്മാണം, അതുപോലെ ഇമ്പാക്ട്സ് ഓഫ് ആക്ടേഴ്സ് ആൻഡ് സ്റ്റാർഡം, അഭിനേതാക്കൾ അതുപോലെ അവരുടെ സ്റ്റാർഡം, അതിൻ്റെ പ്രതിഫലനങ്ങൾ, എ സോഷ്യോ ഹിസ്റ്ററിക് കോണ്ടെക്സ്റ്റ്, സാമൂഹിക ചരിത്രപരമായ സന്ദർഭങ്ങൾ, ആൻഡ് ദ ടെക്നോളജീസ് ദാറ്റ് ആർ ഇൻവോൾവ് ഇൻ ദ മേക്കിംഗ് ഓഫ് ഫിലിംസ്, അതുപോലെ സിനിമ നിർമ്മാണത്തിനുള്ള സാങ്കേതിക വിദ്യകൾ, ആൻഡ് സോ ഓൺ ആൻഡ് ഫോർത്ത്. ഇതൊക്കെയായിരുന്നു സ്ട്രക്ചറലിസ്റ്റുകാരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. It is in the context that Christian Metz, an important theorist of the time, devised a linguistic paradigm that accounts for almost all the elements of film's composition, a grammar and semiotics of film. It is in this context that Christian Metz, അപ്പം ഈ ഒരു സന്ദർഭത്തിലാണ് ക്രിസ്ത്യൻ മെറ്റ്സ് എന്ന് പറഞ്ഞ വ്യക്തി, ആൻ ഇമ്പോർട്ടൻറ്റ് തിയറിസ്റ്റ് ഓഫ് ദ ടൈം, ആ കാലഘട്ടത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു സൈദ്ധാന്തികനും കൂടിയാണ്, സിനിമയുമായി ബന്ധപ്പെട്ട സൈദ്ധാന്തികൻ, ഡിവൈസ്ഡ് എ ലിംഗ്വിസ്റ്റിക് പാരഡിങ് ദാറ്റ് അക്കൗണ്ട്സ് ഫോർ ഓൾമോസ്റ്റ് ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് എ ഫിലിംസ് കോമ്പോസിഷൻ, ഗ്രാമർ ആൻഡ് സെമിയോട്ടിക്സ് ഓഫ് ഫിലിം. അദ്ദേഹമാണ് എ ലിംഗ്വിസ്റ്റിക്സ് പാരഡിം ദാറ്റ് അക്കൗണ്ട് ഫോർ ഓൾമോസ്റ്റ് ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ഫിലിംസ് കോമ്പോസിഷൻ. സിനിമാ നിർമ്മാണത്തിന് അല്ലെ സിനിമാ ചട്ടക്കൂടിനെ ഒരു ഭാഷാ ചട്ടക്കൂടിലേക്ക് മാറ്റി എന്ന് വേണേൽ പറയാം. അപ്പോൾ സിനിമയുടെ ഗ്രാമർ, സിനിമയുടെ സൂചകങ്ങൾ, സെമിയോട്ടിക്സ്, അതൊക്കെ അദ്ദേഹമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. Originating in the France in the 1940, auteur theory was born out of the cinematic theories of André Bazin and Alexander Ostrovs. അപ്പം 1940 ഈ ഓട്ടോ തിയറി വന്നിട്ടുള്ളത്. അപ്പം വാസ് ബോൺ ഔട്ട് ഓഫ് സിനിമാറ്റിക് തിയറീസ് ഓഫ് ആൻഡ്രേ ബേസിൻ ആൻഡ് അലക്സാണ്ടർ ഓസ്ട്രോ. അപ്പം ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്, ഈ സിദ്ധാന്തം വന്നിട്ടുള്ളത് ആൻഡ്രേ ബാസിൻ്റെയും അലക്സാണ്ടർ ഓസ്ട്രോയുടെയും ഒക്കെ സിദ്ധാന്തത്തിൽ നിന്നാണ്. ഇറ്റ് വാസ് ഓൾസോ ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ദ മേജർ സിനിമാറ്റിക് മൂവ്മെൻറ്റ് കോൾഡ് ഫ്രഞ്ച് ന്യൂ വേവ്. അപ്പോൾ ഫ്രഞ്ച് ന്യൂ വേവ് എന്ന സിനിമാ എന്ന് വിളിക്കുന്ന സിനിമാ പ്രസ്ഥാനം ത്തിൻ്റെ ഒരു അടിസ്ഥാന ശിലയായിരുന്നു ഈ ഓട്ടോ തിയറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ്രേ ബാസിൻ ഹാഡ് അഡ്വാൻസ്ഡ് ദ ഐഡിയ ദാറ്റ് ദ ഡയറക്ടർ വാസ് ആൻ ഇഫക്റ്റ് ദ ഓതർ ഓഫ് ദ സിനിമ, ആൻഡ് ദ മേജർ ഡയറക്ടേഴ്സ് ഓഫ് ദ ഫ്രഞ്ച് ന്യൂ വേവ്, എസ്പെഷ്യലി ഫ്രാൻകോയിസ് ട്രഫാറ്റ് ആൻഡ് ജീൻ ലുക് ഗോഡാർഡ്, പ്രൊഡ്യൂസ്ഡ് ക്ലാസിക്കൽ സിനിമാസ് ദാറ്റ് അപ്ഹെൽഡ് ദ റോൾ ഓഫ് ദ ഡയറക്ടർ ആസ് സുപ്രീം. അപ്പോൾ ആൻഡ്രേ ബേസിൻ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുവന്ന ആശയം എന്ന് പറഞ്ഞാൽ ഡയറക്ടർ വാസ് ആൻ എഫക്റ്റ് ദ ഓതർ, സംവിധായകന് ഒരു ഓതറിൻ്റെ അതേ എഫക്റ്റ് തന്നെയാണ് സിനിമയിലുള്ളത്. ആൻഡ് ദ മേജർ ഡയറക്ടേഴ്സ് ഓഫ് ദ ഫ്രഞ്ച് ന്യൂ വേവ്. അപ്പോൾ ഫ്രഞ്ച് ന്യൂ വേവ് പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട സംവിധായകരൊക്കെ, എസ്പെഷ്യലി ഫ്രാൻകോയിസ് ട്രഫാറ്റ് ആൻഡ് ജീൻ ലൂക്ക് ഗൊഡാർഡ്, ഫ്രാൻകോയിസ് ടഫാട്ടും ജീൻ ലൂക്ക് ഗൊഡാർഡും പ്രൊഡ്യൂസ്ഡ് ക്ലാസിക്കൽ സിനിമ ദാറ്റ് അപ്ഹെൽഡ് ദ റോൾ ഓഫ് ദ ഡയറക്ടർ ആസ് സുപ്രീം. അവർ പ്രൊഡ്യൂസ് ചെയ്തത് ക്ലാസിക്കൽ മൂവിയാണ്. ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ ഉദാത്തമായിട്ടുള്ള, എന്നും നിലനിൽക്കുന്നതും എല്ലാ കാലത്തും നിലനിൽക്കുന്നതുമാണ് ക്ലാസിക്കൽ സിനിമ. അത്തരത്തിലുള്ള ദാറ്റ് അപ്ഹെൽഡ് ദ റോൾ ഓഫ് ദ ഡയറക്ടർ ആസ് സുപ്രീം, അത് ഉയർത്തിപ്പിടിച്ച ഒരു കാര്യം, സംവിധായകനാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു ഓസ്റ്റർ, ദ കോൺസെപ്റ്റ് ഓഫ് ക്യാമറ സ്റ്റൈലോ or camera pen, the director, who is the decisive center of the visual and audio elements of the cinema, is to be considered the author of the movie rather than the writer of the screenplay. ഇവിടെ according to Oster, the concept of camera style or camera pen, the director, who is the decisive center of the visual and audio elements of the cinema. ഇവിടെ ഈ ഒരു പുസ്തകം എഴുതിയ നോവലിസ്റ്റിനെ ഓഥർ എന്ന് കണക്കാക്കുന്ന പോലെ തന്നെ വിഷ്വൽ ഓഡിയോ എലമെൻറ്റ്സിലെ ഏറ്റവും പ്രധാനമായിട്ട് സംവിധായകനെ ഇവിടെ കാണുകയാണ്. ഈസ് ടു ബി കൺസിഡേർഡ് ദ ഓഥർ ഓഫ് ദ മൂവി റാദർ ദാൻ ദ റൈറ്റർ ഓഫ് ദ സ്ക്രീൻ പ്ലേ. അവിടെ സ്ക്രിപ്റ്റ് എഴുതിയ വ്യക്തിയെക്കാട്ടും സംവിധായകനാണ് പ്രാധാന്യം കൊടുത്ത് ഓത്തർ എന്ന് വിളിക്കുന്നത്. വിഷ്വൽ എലമെൻറ്റ്സ് ലൈക്ക് ക്യാമറ പ്ലേസ്മെൻറ്റ്, ബ്ലോക്കിംഗ്, ലൈറ്റിംഗ്, സീൻ ലെങ്ത് എക്സെട്ര റാദർ ദാൻ ദ പ്ലോട്ട് ലൈൻ വാസ് കൺസിഡേർഡ് ആസ് ദ ഫണ്ടമെൻ്റൽ ടു ദ മെസ്സേജസ് ഓഫ് ദ ഫിലിം. അതിൽ
സിനിമയുടെ അടിസ്ഥാന സന്ദേശങ്ങളെന്ന് പറയുന്നതിലെ വിഷ്വൽ എലമെൻറ്റ്സ് ആയിട്ടുള്ള ക്യാമറ വെക്കേണ്ടത്, അത് ബ്ലോക്കിങ്, ലൈറ്റിങ്, സീൻ ലെങ്ത്ത്, അവയൊക്കെയാണ്. റാദർ ദാൻ ദ പ്ലോട്ട് ലൈൻ വാസ് കൺസിഡേർഡ് ആസ് ഫണ്ടമെൻ്റൽ ടു ദ മെസ്സേജ് ഓഫ് ദ ഫിലിം. അതിലേറ്റവും അതിന് ഇവയൊക്കെയാണ് പ്രധാനം. പ്ലോട്ട് ലൈനിനെക്കാട്ടും പ്രാധാന്യം ഈ വിഷ്വൽ എലമെൻറ്റ്സ് ആണ്. അതുപോലെ ക്യാമറ എലമെൻറ്റ്സ്, ബ്ലോക്കിംഗ്, ലൈറ്റിംഗ്, അതുപോലെ സീൻ ലെങ്ത്തിനൊക്കെയാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഇറ്റ് വാസ് റിഗാർഡഡ് ദ ബെസ്റ്റ് സിനിമ ഓൾവേസ് ബോർ ദ പേഴ്സണൽ സ്റ്റാമ്പ് ഓഫ് ദ ഡയറക്ടർ. ഇറ്റ് വാസ് റിഗാർഡഡ് ദ ബെസ്റ്റ് സിനിമ. ഈ സിനിമയെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് വാസ് റിഗാർഡഡ് ആസ് ദ ബെസ്റ്റ് സിനിമ ഓൾവേസ് ബോർ ദ പേഴ്സണൽ സ്റ്റാമ്പ് ഓഫ് ദ ഡയറക്ടർ. കാരണം ഇദ്ദേഹത്തിൽ ഡയറക്ടറുടെ വ്യക്തിപരമായിട്ടുള്ള മുദ്ര പതിപ്പിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നത്. ഡയറക്ടേഴ്സ് ലൈക്ക് ആൽഫ്രഡ് ഹിച്ച്കോക്ക്, മാർട്ടിൻ സ്കോർസീസ്, ഫ്രാൻകോയിസ് ട്രഫോർട്ട്, സ്റ്റാൻലി കുബ്രിക്, ടറാന്റിയോ, ക്രിസ്റ്റഫർ നോളൻ ആൻഡ് സെവറൽ അതർ stalwarts of cinema had unique visual styles that were stamps of their personality. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സംവിധായകരൊക്കെ അവരുടേതായിട്ടുള്ള അതുല്യമായിട്ടുള്ള ദൃശ്യരീതികൾ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന രീതിയിൽ സിനിമയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയണം. Their gigantic presences often translated to the general view that cinema is the director's art. അവരുടെ ജൈജാൻറ്റിക് പ്രസൻസ്, അവരുടെ ഭീകരമായിട്ടുള്ള അല്ലെ അതിഭീമാകാരമായിട്ടുള്ള ആ സാന്നിധ്യത്തിൽ ഓഫൺ ട്രാൻസ്ലേറ്റഡ് ടു ദ ജനറൽ വ്യൂ ദറ്റ് സിനിമ ഈസ് ദ ഡയറക്ടേഴ്സ് ആർട്ട്. അത് നമുക്ക് പറയുന്നത് സിനിമ സംവിധായകരുടെ കലയാണ് എന്നാണ്. അവർ കണ്ടംപററി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സിനിമ ഡിസ്റ്റൻസസ് ഇറ്റ് ഫ്രം ഫെറ്റിഷൈസിങ് ഇൻഡിവിജ്വൽ ജീനിയസ് ആൻഡ് ലൊക്കേറ്റ്സ് ആസ് ദ കൊളാബറേറ്റീവ് ആർട്ട് ഫ്രം ദ നെസസിറ്റീസ് ഓഫ് കളക്റ്റീവ് ഓതർഷിപ്പ്. അപ്പം അവർ കണ്ടംപററി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സിനിമ ഡിസ്റ്റൻസസ് ഇറ്റ് ഫ്രം ഫെറ്റിഷൈസിങ് ഇൻഡിവിജ്വൽ ജീനിയസ്. അവിടെ ആ ഒരു കൃത്രിമത്വം, ഒരു വ്യക്തി മാത്രമാണ് സിനിമ എന്നുള്ളത് കണ്ടംപററി അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് മാറിയിട്ടാണ് ഇറ്റ്സ് എ കൊളാബറേറ്റ് ആർട്ട്, അതൊരു സഹകരിച്ച ഒരു കലയാണ്. ഫ്രം ദാറ്റ് നെസസിറ്റീസ് ഓഫ് കളക്റ്റീവ് ഓതർഷിപ്പ്. അവിടെ ഒരു കളക്റ്റീവ് ഓതർഷിപ്പാണ് അവിടെ ഉള്ളത്, അല്ലാതെ ഒരു വ്യക്തിയുടെ മാത്രം ഓതർഷിപ്പ് അല്ല എന്നുമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഫിലിം സ്റ്റഡിയുടെ 2 സിദ്ധാന്തങ്ങൾ നമ്മളിവിടെ പഠിച്ചു. റിയലിസ്റ്റിക്കും അതുപോലെ ഓട്ടർ തിയറിയും. ബാക്കിയുള്ള തിയറീസ് തൊട്ടടുത്ത വീഡിയോകളിലിടാം. എല്ലാവരും, നിങ്ങൾ വാച്ച് ചെയ്യുന്നവരെല്ലാവരും ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുക്കുക. താങ്ക് യു വെരി മച്ച്.